പല ആളുകളും എൻ്റെ അടുത്ത് പറയലുണ്ട്, എനിക്കതിൽ എത്താൻ പറ്റാത്തത്, എനിക്ക് വിജയിക്കാൻ പറ്റാത്തത് ഇന്ന കാരണങ്ങൾ കൊണ്ടാണ്, എനിക്കതിന് പറ്റണില്ല എന്നൊക്കെ പറയലുണ്ട്. പഠിക്കാനുള്ള പ്രയാസം ഒക്കെ ഓരോ റീസണുകൾ പറയലുണ്ട്. യഥാർത്ഥത്തിൽ ജയിക്കണം എന്നുള്ളത് നമ്മളെ ആവശ്യമാണ്. തോൽവിക്ക് കാരണം നമ്മൾ തന്നെയാണ്. നമ്മളെ ഇന്നർ വോയിസാണ് നമ്മളെ തോൽവിക്ക് കാരണം. നിന്നെക്കൊണ്ടത് പറ്റില്ല എന്നുള്ളത് പുറത്തുള്ള ഓരോ കാരണങ്ങൾ, അത് നമ്മളെ പരാജയത്തിന് റീസൺ ആവുന്നത് നമ്മൾ തന്നെയാണ്. നമ്മളെ ഇന്നർ വോയിസാണ് ആ ഒരു കാരണം കൊണ്ട് നിനക്കിത് പറ്റൂല എന്നുള്ളത് നമ്മളോട് തന്നെ പറയുന്നത്. അപ്പോൾ ആദ്യം വേണ്ടത് ജയിക്കണം എന്നുള്ളത് നമ്മളെ ആവശ്യമാണ്. അതിന് തടസ്സം എന്നുള്ളത് നമ്മൾ തന്നെയാണ്, നമ്മളെ മനസ്സ് തന്നെയാണ്. നമ്മളെ ഇന്നർ വോയിസുകളാണ് നമ്മളെ തളർത്തുന്നത് എന്നുള്ളത് ആദ്യം നമ്മൾ മനസ്സിലാക്കുക. പുറത്തുള്ള കാരണമൊക്കെ വെറും ഒരു റീസണ് മാത്രമാണ്. നമ്മൾക്ക് അതിലേക്കുള്ള വെറുതെ ഒരു കാരണം കണ്ടെത്തുക എന്ന് പറയില്ലേ, അത് മാത്രമാണ്. യഥാർത്ഥത്തിൽ നിങ്ങൾ ചിന്തിച്ച് നോക്കുക. നമുക്ക് എല്ലാത്തിനും നമുക്ക് കറക്റ്റ് ചെയ്യാനോ എല്ലാത്തിനും നമുക്ക് ശരിയാക്കാനോ പറ്റില്ല. പക്ഷേ നമുക്ക് നമ്മളെന്ത് ചെയ്യാൻ പറ്റും? നമ്മളെ കറക്റ്റ് ചെയ്യാൻ പറ്റും. നമ്മളെ കോൺഫിഡൻറ്റ് ലെവൽ നമ്മളാണ് ഉയർത്തേണ്ടത്, അത് മറ്റുള്ളവരല്ല എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. ആദ്യം നമ്മൾ ജയിക്കണം എന്നുള്ളത് എൻ്റെ ആവശ്യമാണ്, ഈ ഒരു എക്സാമിൽ പാസ്സാവുക എന്നുള്ളത് എൻ്റെ ആവശ്യമാണ് എന്നുള്ള ഒരു അഫർമേഷൻ ആദ്യം നമ്മൾക്ക് കൊടുക്കുക. എന്നിട്ട് നമ്മൾ അതിന് ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. നിങ്ങളൊരു കാര്യം വിചാരിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങളെക്കൊണ്ട് സാധിച്ചെടുക്കാൻ പറ്റും. അതിന് നമ്മളെ ഏജ് പ്രശ്നമല്ല, നമ്മളെ സാഹചര്യങ്ങൾ പ്രശ്നമല്ല, ഒന്നും ഒരു പ്രശ്നമല്ല എന്നുള്ളതാണ്. പക്ഷേ നമ്മൾക്ക് എന്തുണ്ടാവണം? നമ്മളെ ഉള്ളിൽ നമ്മൾക്ക് തീവ്രമായിട്ടുള്ള ആ ഒരു ലക്ഷ്യം വേണം, നമ്മൾക്ക് കോൺഫിഡൻറ്റ് വേണം. അതിലെനിക്ക് അതിന് അച്ചീവ് ചെയ്യാൻ പറ്റും, ഞാനതിൽ ജയിച്ചിരിക്കും എന്നുള്ളത് നമ്മളെ ആവശ്യമാണ്. ആ ആവശ്യം നമ്മളെ ഉള്ളിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ മുന്നിൽ ഒന്നും എന്തല്ല ഇമ്പോസിബിൾ അല്ല എന്നുള്ളതാണ്. അപ്പോൾ എല്ലാവരും നിങ്ങളെ കോൺഫിഡൻറ്റ് ലെവൽ നിങ്ങൾ ഉയർത്തിക്കൊണ്ട് ജയിക്കണം എന്നുള്ളത് നമ്മളെ ആവശ്യമാണ് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങളൊന്ന് മുന്നേറി നോക്കുക. ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾ യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇത് മറ്റുള്ളവർക്കും കൂടെ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് അമർത്തി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ പുതിയ വീഡിയോസുകളൊക്കെ കിട്ടും. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ ഇനിയും മറന്നിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.